പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9ൻ്റെ നെക്സ്റ്റ് പോർഷനാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ലെങ്ത് റൂട്ട് ടെന്നിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ വരയ്ക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ടു കൺസ്ട്രക്ട് എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് √2 ആൻഡ് മാർക്ക് ഇറ്റ്സ് പൊസിഷൻ ഓൺ ദ നമ്പർ ലൈൻ വി മേ പ്രൊസീഡ് ആസ് ഫോളോസ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഓൺ ദ നമ്പർ ലൈൻ വി മെഷർ OA ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഓൺ OA ത്രൂ എ. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ലൈനിൽ OA 1 യൂണിറ്റ് മെഷർ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്. എന്നിട്ട് OAക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും. എയിൽ നിന്നാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, നോക്കിയേ. ഇതാണ് നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ 1 യൂണിറ്റ് മെഷർ ചെയ്യുന്നു. 1 യൂണിറ്റ് OA മെഷർ ചെയ്തെടുക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ OAക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. OAക്ക് പെർപെൻഡിക്കുലർ എയിൽ കൂടെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ OAക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതും എന്താണ്, 1 യൂണിറ്റാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ √2 വരയ്ക്കുമ്പോൾ ബേസ് OAയും 1 യൂണിറ്റാണ്. എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഇതിനെ നമുക്ക് B എന്നെടുക്കാം. ABയും 1 യൂണിറ്റാണ് എടുക്കുക. ഓൺ ദിസ് പെർപെൻഡിക്കുലർ ലൈൻ വി മാർക്ക് ദ പോയിൻറ്റ് B സച്ച് ദാറ്റ് AB ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് ആൻഡ് ജോയിൻ ദ ഒറിജിൻ ടു B. ഒറിജിനാണ് O എന്ന് പറയുന്നത്, അതും ബിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ OB എന്ന് പറയുന്നത് എന്താണ്, √2 യൂണിറ്റ്സ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ്. OB ഈസ് ദ ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഹൈപ്പോട്ടിനസ് പൈതഗോറസ് തിയറം വെച്ച് എന്താ, ബേസ് സ്ക്വയർ OA സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. H സ്ക്വയർ നമുക്ക് 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ H എന്താ, H ഈസ് √2. അപ്പോൾ OB ആണ് √2 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇത് √2 ആയിട്ട് കിട്ടിയത് കേട്ടോ. വിത്ത് O ആസ് സെൻറ്റർ ആൻഡ് OB ആസ് റേഡിയസ്. ഇനി നമ്മൾ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് നമ്മൾ ആർക്ക് വരയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് O സെൻറ്റർ ആയിട്ട് എടുക്കും, OB റേഡിയസ് ആയിട്ടും എടുക്കും. അതായത് കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് കോമ്പസിൻ്റെ പോയിൻ്റർ Oയിൽ വെക്കും, പെൻസിൽ Bയിൽ വെക്കും. ഇത്രയും OB നമ്മൾ റേഡിയസ് ആയിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ നിന്ന് ആർക്ക് വരയ്ക്കും. ആർക്ക് വരയ്ക്കുമ്പോൾ അത് നമ്പർ ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതായിരിക്കും നമ്പർ ലൈനിൽ √2 ആയിട്ട് വരുന്നത്. ഹെൻസ് P റെപ്രസെൻറ്റ്സ് ദി ഇറാഷണൽ നമ്പർ √2. ഇതാണ് ഇറാഷണൽ നമ്പർ √2. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ ഇറാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ √2 വരച്ചപ്പോൾ ബേസ് 1ഉം ആൾട്ടിറ്റ്യൂഡ് 1ഉമായിട്ട് എടുത്തു അല്ലേ. √2നെ എങ്ങനെയാണ് എടുത്തത്, 1 + 1 എന്നാണ് എടുത്തത് അല്ലേ. അപ്പോൾ H സ്ക്വയർ ഈസ് 2, സോ H ഈസ് √2. ഇനി നമ്മളിതിൻ്റെ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് ആണ് നോക്കുന്നത്. ട്രൈ ടു എക്സ്റ്റെൻഡ് ദിസ് മെത്തേഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ലൈൻ സെഗ്മെൻറ്റ്സ് ഓഫ് ലെങ്ത് √3 ആൻഡ് √5 യൂസിങ് എ റൂളർ ആൻഡ് എ കോമ്പസ്. അപ്പോൾ നമ്മളോട് √3യുടെയും √5ൻ്റെയും ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ √2 എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. അതിൽ നിന്ന് തന്നെ നമ്മൾ റൂളറും കോമ്പസും യൂസ് ചെയ്ത് √3, √4, √5 ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ജനറലൈസ് ദിസ് മെത്തേഡ് ടു കൺസ്ട്രക്റ്റ് എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് എനി ലെങ്ത് ഓഫ് ദി ഫോം √10 വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ അതായത് ഏതൊരു ലെങ്ത് എടുത്താലും അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ് ജനറലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് √10 എന്ന് വെച്ചാൽ n ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്താലും, അപ്പോൾ √6 വരാം, √7 വരാം, √8 വരാം, അങ്ങനെ ഏത് വന്നാലും അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ് ജനറലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ √2 വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ √2 വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്, നമ്മുടെ ലൈൻ സെഗ്മെൻറ്റിൽ √2 വേണ്ടി നമ്മൾ ചെയ്തിരുന്നത് ബേസ് 1 യൂണിറ്റ് നമ്മൾ മാർക്ക് ചെയ്യും, ഒറിജിന് നമ്മൾ O എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് 1 യൂണിറ്റ്
മാർക്ക് ചെയ്യുന്നു. അതിന് നമ്മൾ ഒ എ എന്ന് കൊടുക്കുന്നു. ഇത് 1 യൂണിറ്റ് ആണ്. പിന്നെന്താ ചെയ്തത്? ഒ എക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഒ എക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇതും നമ്മൾ 1 യൂണിറ്റ് മാർക്ക് ചെയ്തെടുക്കുന്നു. ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുന്നു. എ ബിയും 1 യൂണിറ്റ് ആണ്. അപ്പോൾ √2 ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ് √2 എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ലെങ്ത് ഒ ബി എന്താണ്? √2 ആണ്. ഇങ്ങനെയാണ് നമ്മൾ √2 വരച്ചത് അല്ലേ. ഇനി ഇത് നമ്പർ ലൈനിൽ വരണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? നമ്മുടെ കോമ്പസിൻ്റെ പോയിൻ്റർ ഒയിൽ വെച്ചിട്ട് പെൻസിലിൻ്റെ പോയിൻ്റർ ബിയിൽ വെക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ആർക്ക് വരയ്ക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് ഈ പോയിൻ്റാണ് എന്താ? ഇതിന് ഞാൻ പി എന്ന് കൊടുക്കുന്നു. പി ഈസ് √2. ഇനി അടുത്തത് നമുക്ക് √3 വരയ്ക്കണം. √3 വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ √2-ൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ √2-ൽ നിന്ന് വീണ്ടും 1 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ വരച്ചിട്ട് മെഷർ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണ്. ഇതിന് ഞാൻ സി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഞാൻ ഒയും സിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ ഈ ഒ സി എന്ന് പറയുന്നത് √3 ആയിരിക്കും. അപ്പോൾ അതാ ഇവിടെ നമ്മൾ വരച്ച ഒ ബി √2 ആയത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. പൈതഗോറസ് തിയറം വെച്ചിട്ട് അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒ എ സ്ക്വയർ ഈസ് 1 സ്ക്വയർ പ്ലസ് എ ബി ഈസ് 1. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ഒ ബി സ്ക്വയർ നമുക്ക് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒ ബി എന്തായിരിക്കും? ഒ ബി ഈസ് √2. ഇപ്പോൾ നമ്മൾ ഒ സി √3 ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഒ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആയിരിക്കും. ഒ ബി സ്ക്വയർ ഈസ് √2 സ്ക്വയർ. ബി സി ഈസ് 1 സ്ക്വയർ. √2 സ്ക്വയർ ഈസ് 2. 2 + 1 = 3. ഒ സി സ്ക്വയർ നമുക്ക് 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒ സി എന്തായിരിക്കും? ഒ സി ഈസ് √3. കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് √4 വരയ്ക്കണം. √4 വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒ സിയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്. ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഒ ഡി എന്തായിരിക്കും? ഒ ഡി √4 ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഒ ഡി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒ സി സ്ക്വയർ നമുക്ക് √3 സ്ക്വയർ ആണ്. സി ഡി സ്ക്വയർ ഈസ് 1 സ്ക്വയർ. 1 യൂണിറ്റ് ആണ് എല്ലായിടത്തും പെർപെൻഡിക്കുലറിന് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? 3 + 1 = 4. ഒ ഡി സ്ക്വയർ 4 ആണെങ്കിൽ ഒ ഡി ഈസ് √4. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് √5 വരയ്ക്കണം. √5 വരയ്ക്കാൻ അപ്പോൾ എന്ത് ചെയ്യും? √4 എന്ന് പറയുന്നത് എന്താ? √4 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വീണ്ടും ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ 1 യൂണിറ്റ് മെഷർ ചെയ്യുന്നു. ഇതിന് ഞാൻ ഇ എന്ന് പേര് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഒ ഇ എന്താണ്? ഒ ഇ ഇവിടെ √5 എന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഒ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. പൈതഗോറസ് തിയറം വെച്ച് ഇങ്ങനെ വരും. ഒ ഡി സ്ക്വയർ ഈസ് √4. √4 എന്ന് പറയുന്നത് എന്താ? 2 സ്ക്വയർ ആണല്ലേ. പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 + 1 = 5. ഒ ഡി സ്ക്വയർ 5 ആണെങ്കിൽ ഒ ഡി ഈസ് √5. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇതേപോലെ √1, √2, √3, √4 ഒന്നും വരയ്ക്കാതെ ഡയറക്റ്റ് നമുക്ക് √5 ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളോട് എക്സാമിന് നമ്പർ ലൈനിൽ √5 റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ √1, √2, √3, √4 ഇതൊന്നും വരച്ച് നോക്കാതെ ഡയറക്റ്റ് √5 വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ √5 വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ടിനകത്തുള്ള നമ്പർ ഇവിടെ 5 ആണ് അല്ലേ. അപ്പോൾ 5നെ ഏതെങ്കിലും ഒരു സ്ക്വയർ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 + 1. 4 ഒരു സ്ക്വയർ നമ്പർ ആണല്ലേ. അപ്പോൾ നമുക്ക് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇവിടെ ഈ വരുന്നതിൽ ഈ 2വിനെ നമ്മൾ ബേസായിട്ടും 1നെ നമ്മൾ എന്തായിട്ടും എടുക്കും?
ഹൈറ്റായിട്ടും എടുക്കും. അപ്പോൾ നിങ്ങൾ നമ്പർ ലൈൻ വരച്ചിട്ട് 0 താഴെ 2 യൂണിറ്റ്സ് വേണം മെഷർ ചെയ്തെടുക്കാൻ. 1 2 ഈ 2 യൂണിറ്റ്സിൽ നിന്ന് 2വിനെ വേണം നിങ്ങൾ OA ആയിട്ട് എടുക്കാൻ. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് 1 യൂണിറ്റ് മെഷർ ചെയ്യുക. ഇതിന് B എന്ന് പേര് കൊടുക്കുക. OB എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോമ്പസിൻ്റെ പോയിൻ്റ് റോയിൽ വെച്ചിട്ട് പെൻസിലിൻ്റെ പോയിൻ്റർ ബിയിലും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. എവിടെയാണോ നമ്പർ ലൈനിൽ മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും √5. ഇതും എന്താണ്, √5 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഓരോ വരച്ചതിൽ നിന്നും നിങ്ങൾ ആർക്ക് വരയ്ക്കണം കേട്ടോ. കോമ്പസിൻ്റെ പോയിൻ്റ് റോയിൽ വയ്ക്കുക, സിയിൽ വയ്ക്കുക, ഇവിടെ നിന്ന് നിങ്ങളിങ്ങനെ ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ വരുന്ന ഈ പോയിൻ്റ് ഇതിന് Q എന്ന് കൊടുക്കുക. ഇതെന്തായിരിക്കും, √3 ആയിരിക്കും. അപ്പോൾ Q ഈസ് √3. ഇനി അടുത്തത് ഡിയിൽ നിന്നും വരയ്ക്കുക. ഡിയിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഇവിടെ വരും √4 അപ്പോൾ ഇവിടെ 2വിലായിരിക്കും കറക്റ്റായിട്ട് ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ PQR എന്ന് പേര് കൊടുക്കുന്നു. R ഈസ് √4. അടുത്ത √5നും എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഞാനിവിടെ സ്കെയിലും പെൻസിലും ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ടാണ് ആർക്ക് വരയ്ക്കുമ്പോൾ ക്ലിയർ ആവാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമ്പസൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുക, കറക്റ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഡയറക്റ്റ് നമുക്ക് നമ്പേഴ്സിനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളോട് √10 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, √10 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10നെ എടുക്കുക, എന്നിട്ട് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 9ഉം 1ഉം എടുക്കാം അല്ലേ. 9 ഒരു സ്ക്വയർ നമ്പറാണ്. 9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് എടുക്കാം. 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ബേസ് 3 ആയിട്ട് എടുക്കുക, ഹൈറ്റ് 1 ആയിട്ടും എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, 0 1 2 3. ഈ 3യിൽ നിന്ന് വേണം പെർപെൻഡിക്കുലർ 1 വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് √10 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ നമ്പേഴ്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജനറലൈസ് ദിസ് മെത്തേഡ് ടു കൺസ്ട്രക്ട് എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് എനി ലെങ്ത് ഓഫ് ദി ഫോം √10 വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഏതൊരു ലെങ്തിലുള്ള ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഫോമിലായിരിക്കും, √10ൻ്റെ ഫോമിലായിരിക്കും. അതായത് റൂട്ടിനകത്ത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ലെങ്ത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് √5 കൺസ്ട്രക്റ്റ് ചെയ്തത് എങ്ങനെയാണ്, √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് നമുക്ക് ഈ √5ന് തൊട്ട് മുമ്പ് കിട്ടിയ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, 5 - 1 ആണ്. അതാണ് നമുക്ക് റൂട്ടിനകത്ത് 4 എന്ന് കിട്ടിയത്. നമുക്ക് പ്രീവിയസ് ആയിട്ട് കിട്ടിയ ലെങ്തുകളെ നമുക്ക് എങ്ങനെ എടുക്കാം, നമുക്ക് കിട്ടിയതിനെ n എന്ന് എടുത്തു കഴിഞ്ഞാൽ n - 1 എന്ന് എടുക്കാം. 3 ആണെങ്കിൽ 4 - 1 ആണ്. 2 ആണെങ്കിൽ 3 - 1 ആണ്. അങ്ങനെയാണെങ്കിൽ n - 1 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ജനറലൈസേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ജനറലൈസേഷൻ ഫോർ √10. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏതിനെ വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഈ ഓരോന്നും നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ ഒരു ചെയിൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദിസ് മെത്തേഡ് വർക്ക്സ് ബൈ ബിൽഡിങ് എ ചെയിൻ ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. ഈച്ച് ടൈം, ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യണം, ടേക്ക് ദ പ്രീവിയസ്ലി ഒബ്റ്റെയിൻഡ് ലെങ്ത് എന്താണ്, √n - 1. അടുത്ത പിന്നെ എന്താ ചെയ്യേണ്ടത്, ഡ്രോ എ പെർപെൻഡിക്കുലർ ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താ, ജോയിൻ ദ ന്യൂ പോയിൻറ്റ് ടു ദി ഒറിജിൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, n കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി ലെങ്ത് √n - 1 എന്നെടുത്തു. അപ്പോൾ ആ ലെങ്തും പെർപെൻഡിക്കുലറിൻ്റെ ലെങ്തും കൂടെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് എന്ത്, നമുക്ക് കിട്ടുന്ന √10 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, √n - 1 ഇതിൻ്റെ സ്ക്വയറും 1 സ്ക്വയറും കൂടെ ചെയ്താൽ എന്ത് വരും, √n - 1ൻ്റെ സ്ക്വയർ ഈസ് n - 1 പ്ലസ് 1. 1ഉം 1ഉം ക്യാൻസലാകും, നമുക്ക് n എന്ന് കിട്ടി. ഉണ്ടല്ലോ. ഇങ്ങനെ നമുക്കിതിനെ ജനറലൈസ് ചെയ്യാം.
അപ്പോൾ ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.